സ്വാമി വിവേകാനന്ദൻ പറഞ്ഞിരിക്കുന്നത് ഒരു രാഷ്ട്രത്തിൻ്റെ സ്വാതന്ത്ര്യം എന്നാൽ അത് ബൗദ്ധികവും മാനസികവും കായികപരവുമായിട്ടാണ്. ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം 47-ൽ കായികമായ സ്വാതന്ത്ര്യം ലഭിച്ചു എന്ന് നമുക്കറിയാം. പക്ഷേ ബൗദ്ധികവും മാനസികവുമായ ഒരു സ്വാതന്ത്ര്യം ഭാരതത്തിന് ലഭിച്ചോ എന്നുള്ള ചോദ്യങ്ങൾ നിരവധി ഉയർന്നു വന്നിട്ടുണ്ട്. ഇന്ന് ഈ 77 വർഷങ്ങൾ പിന്നിട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ രാഷ്ട്രം അങ്ങനെ മാനസികവും ബൗദ്ധികവുമായ ഒരു പൂർണ്ണ സ്വാതന്ത്ര്യം നേടിയോ എന്നുള്ള ഒരു ചോദ്യം ഉയരുമ്പോൾ നന്ദകുമാർജിക്ക് എന്താണ് പറയാനുള്ളത്? നമസ്കാരം. കഴിഞ്ഞ 27 വർഷങ്ങളായി തുടരുന്ന ഒരു സാന്നിധ്യം അല്ലെങ്കിൽ ഒരു പങ്കാളിത്തമാണ് എൻ്റേത്. പുസ്തകോത്സവം തുടങ്ങിയ നാൾ മുതൽ ശ്രീ എൻ നന്ദകുമാറിനോടൊപ്പം ഇതിൽ പല പല റോളുകളും നിർവഹിച്ചിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ സെക്യൂരിറ്റി നിൽക്കുന്നത് തുടങ്ങി ഇപ്പോൾ ഇവിടെ ഒരു സംവാദവേദിയിലിരിക്കുന്ന ആൾ വരെയായി ഉള്ള ഒരു പങ്കാളിത്തം ഇതിലുണ്ട് എന്നതുകൊണ്ട് ഞാൻ എൻ്റെ കുടുംബത്തിലേക്ക് വന്നതുപോലെയാണ് ഇപ്പോഴും. അതുകൊണ്ട് തന്നെയാണ് അവസരം ഉണ്ടാക്കി വിളിക്കാൻ വല്ലതും മറന്നെങ്കിൽ ഓർമ്മിപ്പിച്ച് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും വായുജിത്ത് ഈ വിഷയത്തിൽ തുടക്കം കുറിച്ച ചോദ്യം വളരെയേറെ പ്രസക്തമായ പ്രാധാന്യമുള്ള ഒരു ചോദ്യമാണ്. ഒരു മഹത് രാഷ്ട്രത്തിനായുള്ള ഒരു മഹാഖ്യാനം. ഇതിൻ്റെ ഒരു ഇംഗ്ലീഷിനേക്കാൾ മനസ്സിലാക്കാൻ കുറച്ചുകൂടെ പ്രയാസമുള്ള ട്രാൻസ്ലേഷനാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ടായിരിക്കാം ലളിതമായിട്ട് അവർ ഇംഗ്ലീഷിൽ തന്നെ ഈ ചർച്ചയ്ക്ക് ഇങ്ങനൊരു പേരിട്ടത്. ഭാരതത്തിന് മഹത്തരമായ ഒരു ഭാവി ഉണ്ടാകണം എങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ യഥാർത്ഥ നരേറ്റീവിനെ നമുക്ക് രാഷ്ട്ര ചിന്തയുടെ, രാഷ്ട്ര ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും സ്ഥാപിച്ചേ മതിയാവുകയുള്ളൂ. അത് വർഷങ്ങളായി വായു പറഞ്ഞപ്പോൾ അതിനൊരു 77 വർഷത്തെ ചരിത്രമേ പറഞ്ഞുള്ളൂ. ഞാൻ കാണുന്നത് ചുരുങ്ങിയതൊരു 1000 വർഷമായി തുടരുന്ന ഒരു നരേറ്റീവ് വാറിന്, ഒരു ആഖ്യാന യുദ്ധത്തിന് നാം ശരവ്യരാണ്, നമ്മൾ ഇരകളാണ്. ആദ്യ ഘട്ടത്തിൽ ഉണ്ടായ ഭാരതത്തിലേക്ക് നടന്ന ആക്രമണത്തിൻ്റെ കാലഘട്ടത്തിൽ ആ ആക്രമണത്തിന് മറ്റൊരു സ്വഭാവമായിരുന്നു ഉണ്ടായിരുന്നത്. കൂടുതലും ശാരീരികമായ ആക്രമണം, മതപരമായ ആക്രമണം ഒക്കെ ആയിരുന്നു. എങ്കിൽ യൂറോപ്യൻ ആക്രമണം, കൊളോണിയൽ ആക്രമണ കാലത്ത് തുടങ്ങിയതാണ് ഈ ഒരു വിചാരയുദ്ധം അല്ലെങ്കിൽ ആഖ്യാന യുദ്ധം. അവർക്ക് കൃത്യമായി ബോധ്യമുണ്ടായിരുന്നു ശാരീരിക ശേഷി കൊണ്ട് മാത്രം ഭാരതത്തെ ദീർഘകാലം ഭരിക്കാൻ സാധ്യമല്ല എന്ന്. അതുകൊണ്ട് അവരാരംഭിച്ച ആ ഒരു നരേറ്റീവ് വാർ ബൗദ്ധികമായി നമ്മളെ കീഴടക്കി, തളർത്തി, ഷണ്ണീകരിച്ച് ഭരണം നടത്താം എന്ന അവരുടെ ഉദ്ദേശ്യം പല മേഖലയിലൂടെയും പിന്നീട് വരുന്ന ചർച്ചയിലെ ചോദ്യങ്ങൾക്കനുസൃതമായി അതിൻ്റെ വിശദീകരണം ഞാൻ പറയാം. അങ്ങനെ തുടർന്നു പോകുന്ന ഭാരതത്തിൻ്റെ ബൗദ്ധിക സാംസ്കാരിക മേഖലയിലെ സ്വാതന്ത്ര്യം കൂടി സംഭവിക്കേണ്ടതായിരുന്നു 1947-ൽ. അല്ലെങ്കിൽ സ്വതന്ത്രമാക്കുന്ന പ്രക്രിയയ്ക്ക് പ്രാരംഭം കുറിക്കേണ്ടിയിരുന്നു ഭരണത്തിലേക്ക് എത്തിയ ഭരണാധികാരികളും അവർക്ക് പിന്തുണ കൊടുക്കുന്ന വൈചാരിക സമൂഹവും. പക്ഷേ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, അന്നത് സംഭവിച്ചില്ല എന്നത് നമ്മുടെ നാടിൻ്റെ ഇന്നത്തെ അവസ്ഥയ്ക്ക് കാരണമാണ് എന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ. ഒരു ബൗദ്ധിക സ്വാതന്ത്ര്യം, ഒരു വൈചാരിക സ്വാതന്ത്ര്യം, വിദ്യാഭ്യാസ മേഖലയിലെ സ്വാതന്ത്ര്യം, തനതായ വ്യാവസായിക ആസൂത്രണത്തിൻ്റെ മേഖലയിലെ സ്വാതന്ത്ര്യം, കൃഷി എന്ത് നടത്തണമെന്ന് ചിന്തിക്കാനുള്ള സ്വാതന്ത്ര്യം, ഇതൊക്കെ നമുക്ക് വേണ്ടിയിരുന്നു. സ്വാമി വിവേകാനന്ദൻ്റെ ഉദ്ധരണിയിൽ നിന്നൊരു ഭാഗം വായു ഉദ്ധരിച്ചു, വായുവിടെ പറഞ്ഞു. അതേപോലെ പ്രധാനമാണ് ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ധൈഷണിക നേതൃത്വം വഹിച്ച മഹാനായ അരവിന്ദ മഹർഷിയുടെ ഒരു പ്രഖ്യാപനം. അദ്ദേഹം അർത്ഥശങ്കയ്ക്കിടയില്ലാത്തവണ്ണം പറയുന്ന ഒരു കാര്യമുണ്ട്. അർത്ഥശങ്കയ്ക്കിടയില്ലാത്തവണ്ണം
എവേക്കനിങ് ഇന്ത്യൻ സോൾസ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഒരു ദീർഘമായ പ്രഭാഷണം ഒരു ചെറു പുസ്തക രൂപത്തിൽ പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: അവേഴ്സ് ഇസ് നോട്ട് എ മെക്കാനിക്കൽ ടാസ്ക്. അദ്ദേഹം അഭിസംബോധന ചെയ്തത് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കാളികളായ ദേശഭക്തരായ യുവാക്കളെയായിരുന്നു. ആ യുവാക്കളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത്, നമ്മുടേതൊരു യാന്ത്രികമായ ദൗത്യമല്ല, ഇറ്റ് ഈസ് സ്പിരിച്വൽ ആൻഡ് ആൻ ഇൻ്റലക്ച്വൽ വാർ. സ്വാതന്ത്ര്യ സമരത്തിൽ എല്ലാ മേഖലയെയും ഒരുപോലെ കണ്ടിരുന്ന ഒരാളാണ്. വിപ്ലവത്തിൻ്റെ മേഖലയെ ആയുധമെടുത്തുള്ള പോരാട്ടത്തിൽ വിപ്ലവകാരികൾ പലരും എത്തിപ്പെടാൻ മടിച്ചിരുന്ന മേഖലയിലൂടെ നിരന്തരം സഞ്ചാരം നടത്തിയ അരവിന്ദ മഹർഷി എന്ന വിപ്ലവകാരി, അരവിന്ദ മഹർഷി എന്ന ആധ്യാത്മിക ആചാര്യൻ, അരവിന്ദ മഹർഷി എന്ന മഹാനായ ചിന്തകൻ പറയുന്നു, അവേഴ്സ് ഇസ് നോട്ട് എ മെക്കാനിക്കൽ ടാസ്ക്, ഈവൻ നോട്ട് എ പൊളിറ്റിക്കൽ ടാസ്ക്. അതേ പറയുകയാണ്, ഇതൊരു രാഷ്ട്രീയ ദൗത്യവും മാത്രമല്ല, അതിനുമപ്പുറം ഇതിനൊരു ആധ്യാത്മികതയുടെ, വൈചാരികതയുടെ, ബൗദ്ധിക ധൈഷണിക മേഖലയുടെ, സാംസ്കാരിക ഇതെല്ലാം ഉള്ളതാണ് ഇത്. അതുകൊണ്ട് സ്വാതന്ത്ര്യലബ്ധിക്കായുള്ള നമ്മുടെ പരിശ്രമം രാഷ്ട്രീയ മേഖലയിൽ മാത്രമായി ഒതുക്കുന്നതിനപ്പുറത്ത് കൃത്യമായ ഇടപെടൽ ആവശ്യമാണ് ഈ പറഞ്ഞ മേഖലയിൽ എല്ലായിടത്തും. അവിടെ അദ്ദേഹം ഉപയോഗിച്ച ഒരു വാക്ക്, അത് കടമെടുത്തിട്ടാണ് എൻ്റെ പേരിൽ പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുള്ള, എൻ്റെ പേരിൽ എന്ന് പറയുമ്പോൾ പലരുടെയും ഒക്കെ കൂട്ടിച്ചേർത്ത് എഴുതിയതായതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. ഞാൻ ആ പുസ്തകത്തിന് അങ്ങനെ ഒരു തലക്കെട്ടിട്ടത് സ്ട്രഗിൾ ഫോർ നാഷണൽ സെൽഫ്ഹുഡ് എന്ന തലക്കെട്ട് ഇടാനുള്ള കാരണം അതാണ്. സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്നത് രാഷ്ട്രീയ സ്വത്വത്തെ വീണ്ടെടുക്കാനുള്ള പോരാട്ടമാണ്. രാഷ്ട്രീയ സ്വത്വം, ഞാൻ രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ ദേശീയമെന്ന് മലയാളത്തിൽ കുറേ കാലമായിട്ട് ഈ വടക്കേ ഇന്ത്യയിലൊക്കെ നടക്കുന്നുണ്ട്, പെട്ടെന്ന് നാഷണൽ എന്നതിന് രാഷ്ട്രീയം എന്ന് വന്നു പോവുകയാണ്. ദേശീയ സ്വത്വം വീണ്ടെടുക്കാൻ വേണ്ടിയിട്ടുള്ള പോരാട്ടമാണ്. ആ ദേശീയ തനിമയെ, സെൽഫ്ഹുഡിനെ എല്ലാ മേഖലയിലും നമുക്ക് ആവിഷ്കരിക്കാൻ കഴിയുമ്പോൾ മാത്രമേ സ്വാതന്ത്ര്യം എന്ന വാക്കിന് അർത്ഥമുണ്ടാകുള്ളൂ എന്ന് പറഞ്ഞവരായിരുന്നു അരവിന്ദ മഹർഷി ആയാലും സ്വാമി വിവേകാനന്ദനായാലും അസംഖ്യം നമ്മുടെ ദേശീയ നേതാക്കന്മാർ, മഹാത്മാഗാന്ധിജി ഉൾപ്പെടെയുള്ള ആൾക്കാർ അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. ഹിന്ദു സ്വരാജ് എന്ന പുസ്തകം ആദ്യന്തം ശ്രദ്ധാപൂർവം യാതൊരു പക്ഷപാതിത്വവും ഇല്ലാതെ വായിക്കാൻ മുതിരുന്ന ഏതൊരു രാഷ്ട്രീയ വിദ്യാർത്ഥിക്കും മനസ്സിലാക്കാൻ കഴിയുന്ന വസ്തുതയാണ്, നമ്മുടെ സ്വാതന്ത്ര്യം പൂർണ്ണമാകുന്നത് നമ്മുടെ തനിമയെ ആവിഷ്കരിക്കുമ്പോഴാണ്. അതുകൊണ്ട് ചോദിച്ചത് വളരെ കൃത്യമാണ്. കായികമോ ഭൗതികമോ ആയ ഒരു സ്വാതന്ത്ര്യലബ്ധി മാത്രമാണ് നമുക്ക് ലഭിച്ചത്. അത് പ്രധാനമാണ്, പ്രധാനമല്ല എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ അതിനോടൊപ്പം തുടക്കം കുറിക്കേണ്ടിയിരുന്ന ഈ ദേശീയ സ്വത്വത്തിൻ്റെ സമാവിഷ്കരണം അത് വേണ്ടും പോലെ സംഭവിച്ചില്ല എന്നതാണ് വസ്തുത. അതിൻ്റെ അപജയം, അതിൻ്റെ അപകടം നമ്മൾ ഇന്ന് അനുഭവിക്കുന്നുണ്ട്.